ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പുറത്ത് പോയിട്ടുള്ള ചെറിയൊരു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ടൈം വൈകുന്നേരം 5 മണിക്ക് ആയിട്ടുണ്ടാവും. കുട്ടികളൊക്കെ സ്കൂൾ വന്നതിന് ശേഷം ഇന്ന് ഷോപ്പൊക്കെ ലീവാണ് കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോകാനാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ ദൂരമൊന്നും കവർ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് പോയി വരാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഹൈലൈറ്റ് മാൾ ഒന്ന് കണ്ടിട്ട് ഒന്ന് കയറി ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച്. പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ പ്ലാന് വല്ല ചേഞ്ചാക്കി കോഴിക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ബീച്ചിലായാലും നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഒരുപാട് ടൈം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് അതിന് ശേഷം ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഒക്കെ കിട്ടിയത്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലുണ്ടല്ലോ ബീച്ച് കാണാൻ ഭയങ്കര വൈബാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിലൊക്കെ പോവാത്തവർ ഒരുവിധം മിക്കവാറും എല്ലാവരും പോകുന്ന ടൈമായിരിക്കും. എന്നാലും പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ടൈമിൽ ഒന്ന് പോയി നോക്കട്ടെ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല തിരക്കായിരുന്നു കേട്ടോ. ബീച്ചിലായാലും ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ടൈമൊന്നിങ്ങനെ നടന്ന് കാണാൻ കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്കായാലും ഒരു വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാതാകുമ്പോൾ അവർക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ടൈം ഒരു ഭാഗത്തുനിന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലായാലും നല്ല കാറ്റ്, തണുത്ത കാറ്റൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചുറ്റുഭാഗം കുറച്ചൊന്ന് കാണിച്ചു തരാം. അപ്പോൾ രാത്രിയൊക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല തിരക്കുണ്ടായിരുന്നു ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ടൈം അവിടെ ഇരുന്നിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകണം കേട്ടോ. ആ ഒരു ഭാഗത്ത് കോഴിക്കോട് നോക്കിയത് ആ ഭാഗത്തൊക്കെ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ. പക്ഷേ ആളുകളെ തിരക്കൊണ്ട് ഞങ്ങൾ നോക്കിയിട്ട് ജസ്റ്റ് അവിടെ നിന്ന് പിന്നെയും പോവുകയാണ്. അപ്പം ഇനി നമുക്ക് ഓരോ എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കായാലും ഉപ്പിലിട്ടതൊക്കെ കണ്ടപ്പോൾ അവർക്ക് അതൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വരാം. അതുകൊണ്ടല്ലോ എല്ലാ ഐറ്റംസും ഉപ്പിലിട്ടതും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കാക്ക ചെരണ്ടി ഐസൊക്കെ ഉണ്ടാക്കി തരികയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ചെരണ്ടി ഐസാന്ന് തന്നെ പറയാം. അപ്പോൾ എന്താ പറയാന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഫ്ലേവറിലുള്ള ചെരണ്ടി ഐസ് ഉണ്ടായിരുന്നു കേട്ടോ. ആ സ്വീറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ഒക്കെ സുർക്കാറ് ടേസ്റ്റിൽ വരുന്നതായിട്ടൊക്കെ ചെരണ്ടി ഐസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉപ്പിലിട്ടതൊക്കെ ഓരോന്ന് അവർ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുകയാണ്. ഓവറൊന്നും കഴിക്കാൻ അയക്കാറില്ല കേട്ടോ. ജസ്റ്റ് ഓരോന്നൊക്കെ വാങ്ങിക്കൊടുക്കുള്ളൂ. അങ്ങനെ അതൊക്കെ ഒന്ന് ഓരോന്നൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ്. ഇനി നമുക്ക് അവിടുത്തെ ഫ്രൈ ഐറ്റംസ് ഉണ്ടല്ലോ, സ്നാക്സ്, അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളത് കല്ലുമ്മക്കായാണ്. അപ്പോൾ കല്ലുമ്മക്കായ ഫ്രൈ ആക്കിയത് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കല്ലുമ്മക്കായ ഫ്രൈ ആക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ. ഒന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഞങ്ങൾ ആ ബീച്ചിൽ നിന്ന് കയറി വരുന്ന ആ ഒരു ഏരിയയിലാണ് കേട്ടോ ഇല്ല ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ഗാർഡന്. അപ്പോൾ പിന്നെ അതും കൂടെ ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അപ്പോൾ എനിക്ക് ഈ ചെടികളൊക്കെ ഇങ്ങനെ പൂത്തൊക്കെ നിൽക്കുമല്ലോ, ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാനും ചെടി ഉണ്ടാക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷെ ഓരോ പ്ലാന്റിനും ഓരോരോ പരിപാലനമാണല്ലോ, ഓരോ രീതിയിലാണ് കേട്ടോ ആണല്ലോ അത് ക്രമീകരിക്കുക. പക്ഷെ ആ ഒരു രീതി മാത്രം എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കണ്ടല്ലോ ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് പ്ലാന്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള പോട്ടിലൊക്കെ ആക്കിയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്.
അപ്പോൾ കണ്ടല്ലോ, ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടില്ല കാണാൻ. ഇപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. പല കളറുള്ള ഫ്ലവേഴ്സായിട്ടുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 10 മണിക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി മതിയാക്കിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.